ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ള ഒരു എഗ് മസാല ഗ്രേവിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷാമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മുടെ വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമുക്കിത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. എപ്പോഴും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ എണ്ണയായാലും കുഴപ്പമൊന്നുമില്ല. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 2 ഏലയ്ക്ക, അതുപോലെ തന്നെ ഒരു കറുവാപ്പട്ട, 3 ഗ്രാമ്പു, ഇത്രയും കൂടി ചേർക്കാം. നമ്മുടെ ഈ ഏലക്കയും ഗ്രാമ്പും കറുവാപ്പട്ടയും എല്ലാം നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ ഒരു 3 സവാള, ഒരു മീഡിയം സൈസിലുള്ള ഒരു 3 സവാള ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇത് പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. നന്നായിട്ട് ഇതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വരണം കേട്ടോ. ഒരു ഗോൾഡൻ കളറിൽ വരണം. അതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. വളരെ കുറച്ച് സവാള മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരിൽ തന്നെ പെട്ടെന്ന് തന്നെ എല്ലാം വഴണ്ട് കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റായിട്ടൊന്ന് ഗോൾഡൻ കളറിലായി വരുന്നുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ആവശ്യമായിട്ടുണ്ട്. ഇതിപ്പോൾ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി, വലിയ ജീരകമാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടിയാണ്. അപ്പോൾ അതും കൂടി ചേർക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഫസ്റ്റിലേ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സവാള എല്ലാം ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് തുടങ്ങുന്ന സമയം കൊണ്ട് അതെല്ലാം ഒന്ന് കറുത്ത് പോകും, അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അതിൻ്റെ പേരിലാണ് ഈ ഒരു സമയം നമ്മളിതിലേക്ക് ഇതൊന്ന് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ മസാലയുടെ പച്ച ടേസ്റ്റ് മാറണം. അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ച ടേസ്റ്റ് എല്ലാം ഒന്ന് മാറിക്കിട്ടണം. എന്നാൽ ഇതുപോലെ നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് അത്യാവശ്യം വലിയ തക്കാളി, ഒരു തക്കാളി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. അതുപോലെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടണം. ഈ ചൂട് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടിയാണ്. ഒരുപാട് വെള്ളം ചേർക്കരുത്. നമ്മൾ നേരത്തെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അത് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം എല്ലാം ഏകദേശം ഒന്ന് വറ്റിക്കിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്, നമ്മളിതാ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മുട്ടയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഒരു കത്തി കൊണ്ടിട്ട് ചെറുതായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ചെറിയതായിട്ട് ഇതുപോലെ സ്ലൈസായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കണം, കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് ഇതിനുള്ളിലേക്ക് മസാലകളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. അതിൻ്റെ പേരിലാണ് പകുതി വരെ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കരുത്, എങ്കിൽ പിന്നെ പൊടിഞ്ഞു പോകും. മുട്ടയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് വേണ്ട കാര്യമാണ് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലും കൂടി. അപ്പോൾ ഇതുപോലെ ഒരു 1/2 കപ്പ് അളവിലാണ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. ആ തേങ്ങാപ്പാൽ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം.
തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. മുട്ടയൊന്നും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ടത് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മളിതിപ്പോൾ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്താൽ മാത്രമേ ഈ മുട്ടയ്ക്കുള്ളിൽ നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരുള്ളൂ. ഇതുപോലെ ഇതിലുള്ള കംപ്ലീറ്റ് വെള്ളവും ഞാനിപ്പോൾ നന്നായിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം ഒന്ന് വറ്റിക്കിട്ടിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഫൈനലി പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യമാണ് ആവശ്യത്തിന് കുറച്ച് മല്ലിയിലയും കൂടി. മല്ലിയില കുറച്ച് ധാരാളമായിട്ട് തന്നെ നമുക്കിതിലേക്ക് ചേർക്കണം. കാരണം നമ്മളിതിലേക്ക് കറിവേപ്പില ചേർക്കുന്നില്ല, പകരം മല്ലിയില ചേർത്തിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം മല്ലിയില ചേർക്കാൻ വേണ്ടി നിൽക്കണ്ട. ഇതുപോലെ ഒരു അരപ്പിടി അളവിൽ നമ്മളിതിലേക്ക് മല്ലിയില ഒന്ന് ചേർത്ത് കൊടുത്തേക്കണം. അതിന് ശേഷം ഇതെല്ലാം കൂടി നല്ല രീതിയിൽ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. നന്നായിട്ട് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എഗ് മസാല ഗ്രേവി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. നമ്മളിതിലേക്ക് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതിൻ്റെ പേരിൽ നമ്മൾ സാധാരണ തയ്യാറാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രുചിയിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.